إلا الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياكم أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. സംശുദ്ധവും സത്യസന്ധവും ശാന്തവും സമാധാനപൂർണവുമായ ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി അനിവാര്യമായ സംഗതികൾ എന്തൊക്കെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിരുന്നുണ്ട്. അതിലെ പ്രധാന ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ ചില ആയത്തുകളാണ് കഴിഞ്ഞ 1-2 ഖുതുബകളിൽ പറഞ്ഞത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം 9 മുതൽ 12 വരെയുള്ള ആയത്തുകളിലേക്ക് സത്യവിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ക്രമസമാധാന നില രാജ്യത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിലനിൽക്കാനും ആരോഗ്യകരമായ ഒരു സാമൂഹ്യ ബന്ധം നിലനിൽക്കാനും മനുഷ്യർ പരസ്പരം ബഹുമാനത്തോടെയും ആദരവോടെയും സത്യസന്ധതയോടെയും സ്നേഹത്തോടെയും പെരുമാറണമെന്നാണ്. മനുഷ്യരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്. ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും. ഭൂമിയിൽ ജീവിക്കാൻ ഒരു നിശ്ചിത സമയമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് സത്യവിശ്വാസികൾക്ക് ഒരു പ്രത്യേക സാഹോദര്യ ബന്ധം അവരുടെ ഇടയിൽ നിലനിൽക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. അത് സമൂഹത്തിന്റെ ശാന്തമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഐക്യത്തോടെ സമൂഹം മുന്നോട്ട് പോകാൻ, സത്യവിശ്വാസ സമൂഹം ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ അനിവാര്യമാണ്. ഒരു സമൂഹത്തിന്റെ ഐക്യം അതിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വളരെ അനിവാര്യമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. സമൂഹത്തിന്റെ മൊത്തം ഊർജം ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിക്കുകയാണെങ്കിൽ അവിടെ വളർച്ച ഉണ്ടാവും. അതേസമയം സമൂഹത്തിന്റെ ഊർജം അവരുടെ അന്തർനാടകങ്ങളിൽ അന്തഛിദ്രമായി അടിച്ചു മാറുകയാണെങ്കിൽ ഊർജം നഷ്ടപ്പെടുകയും ചെയ്യും. ആഭ്യന്തര വൈരത്തിൽ കലഹപ്രിയരായി ലോകത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സമൂഹങ്ങളും തകർന്ന് മണ്ണടിഞ്ഞതായി ചരിത്രം നമ്മളോട് പറയുന്നു.
ഇപ്പൊ കുറെ കമ്പുകൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് എല്ലാത്തിനും ഒരേ നിലയിലുള്ള പൊക്ക കാണുള്ളൂ. അതിങ്ങനെ ഏറ്റി വെച്ചാൽ അതിന് നീളം കൂടും എന്നതുപോലെ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന കഴിവും ശേഷിയുമൊക്കെ ഒത്തൊരുമയോടുകൂടി പുരോഗതിക്ക് വേണ്ടി, മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ശാന്തമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത് അനിവാര്യമായ ഒരു സാധ്യതയാണ്. അതേസമയം പരസ്പരം ചെളിവാരി തേച്ചും ചീത്ത പറഞ്ഞും മർദ്ദിച്ചും ചൂഷണം ചെയ്തും അടിച്ചൊതുക്കിയും ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ അത് വൃഥാവിലാവുകയും ചെയ്യും. ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാത്തതിന്റെ, കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഉത്തമമായ ഒരു സമൂഹത്തിന് യോജിച്ചു നിൽക്കുക എന്നത് ഒരു അനിവാര്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ഭൂമിയിലെ ആളുകളെല്ലാം കൂടി അടിച്ച് തലകൊള്ളുന്ന രക്തമൊലിച്ച് ഈ ഭൂമി തന്നെ നശിച്ചുപോയാലും അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് ഒരു കുറവുണ്ടാവില്ല. അള്ളാഹുവിനെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഈ ഭൂമിയെക്കാളും ഈ പ്രപഞ്ചത്തെക്കാളും എത്രയോ ഉന്നതവും വലുതുമാണ് അള്ളാഹുവും അവന്റെ എല്ലാ സൃഷ്ടികളും. അപ്പൊ ഭൂമിയിലെ മനുഷ്യന്മാര് തമ്മിലടിച്ച് തലകീറി രക്തം ചിന്തിയാൽ അത് അവരുടെ തന്നെ ജീവിതത്തിന് നാശമാണ്. അതുകൊണ്ട് വിശ്വാസ സഹോദരന്മാർ പ്രത്യേകിച്ച് ഒത്തൊരുമയോടെ നിൽക്കണം. അതിനൊരു നീയത്ത് അവർക്ക് വേണം. അങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒത്തൊരുമിപ്പിച്ച് നിർത്തും. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. സാധാരണ എല്ലാ മത സ്റ്റേജുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ നിങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരായത്താണ്. ഖുർആനിലുള്ള ഈ ആയത്ത് എല്ലാവർക്കും അറിയാം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ. നിങ്ങൾ ഒത്തൊരുമിച്ച് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. വലാ തഫറഖൂ. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ മറ്റവൻ തൊട്ടു, എവൻ മാന്തി, മറ്റവൻ പിച്ചി, എവൻ അഭിമാനത്തെ വ്രണപ്പെടുത്തി, അവൻ സ്ഥാനത്തിനെതിരായി നിന്നു, മറ്റവൻ എതിർ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അടികൂടുണ്ടല്ലോ. പക്ഷെ ആ സന്ദർഭത്തിൽ നിങ്ങൾ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കാം. അഭിസംബോധിത സമൂഹമായ മദീനയിലെ ജനതയെക്കുറിച്ച് ആ മദീനയുടെ 2 ഔസ് ഖസ്റജ് ഗോത്രക്കാരെ ഊന്നിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു സ്വഭാവം പറയണത് ഏതാണ്ട് നമ്മളെ സ്വഭാവമായിട്ട് ഏതാണ്ട് യോജിച്ചു. ഇത് കുന്തും ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅ്മതിഹി ഇഖ്വാന. നിങ്ങൾ ശത്രുക്കളായിരുന്നു. അറേബ്യൻ ചരിത്രം നമുക്കറിയാം. ഒരു ഒട്ടകത്തിന്റെ പേരിൽ തന്നെ 200 കൊല്ലം യുദ്ധം ചെയ്ത് രക്തം ചിന്തിയ വൃത്തികെട്ട പാരമ്പര്യമുള്ള ജാഹിലിയ സംസ്കാരം ഉണ്ടായിരുന്ന ഒരു നാടാണ്. അതുപോലെ മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുമ്പോൾ അവിടെ പരസ്പരം ഗോത്ര മഹിമയുടെ പേരിൽ, അതുപോലെ മറ്റു പലതിന്റെയും പേരിൽ, ദുരഭിമാനത്തിന്റെ പേരിൽ തമ്മിലടിച്ച് തലപൊളക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ അല്ലാഹു തആല പറയാ, നിങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ ഫഅല്ലഫ ബൈന ഖുലൂബികും, നിങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു കൂട്ടിയിണത്തി. ഫഅസ്ബഹ്തും, അങ്ങനെ നിങ്ങളായിത്തീർന്നു ബിനിഅ്മതിഹി, അവന്റെ അനുഗ്രഹത്താൽ ഇഖ്വാന, സഹോദരങ്ങളായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. അപ്പൊ സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് എന്ന് പറയുന്നു. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ തീക്കുണ്ടത്തിന്റെ വക്കിലായിരുന്നു. 2 തരത്തിൽ. ദുനിയാവിൽ തന്നെ അരാജകത്വത്തിന്റെ തീക്കുണ്ടത്തിൽ, അതിന്റെ അനന്തരഫലം പരലോകത്തെ നരകത്തിന്റെ തീക്കുണ്ടത്തിൽ. എന്തായിരുന്നാലും ദുനിയാവിലും ആഖിറത്തിലും പരാജയത്തിന്റെ ഒരു തീക്കുണ്ടത്തിലായിരുന്നു. ഫഅൻഖദകും മിൻഹാ, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷിച്ചു. കദാലിക യുബൈനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലകും തഹ്തദൂൻ. ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ആയത്ത് മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രക്കാരെ മാത്രമല്ല, ആഗോള അടിസ്ഥാനത്തിലുള്ള മൊത്തം സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ, മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതാണ്. അത് സന്ദർഭം അതിനെ വിശദീകരിച്ചുകൊണ്ട് ചരിത്രത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടു വരുന്ന സമുദായങ്ങളുടെ അല്ലെങ്കിൽ സമുദായത്തിന്റെ ഉള്ളിലെ സംഘടനകളിലേക്കൊക്കെ ഇത് ആയത്ത് വ്യാഖ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരമായി നമുക്ക് തോന്നുന്ന ഓരോ സംഗതികൾ എടുത്തു വെച്ച് പരസ്പരം സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന, തല്ലിക്കീറുന്ന സ്വഭാവം ഒരുപാട് കാലമായിട്ട് ആഗോള അടിസ്ഥാനത്തിൽ തന്നെ സമുദായം നടത്തി വരുന്നുണ്ട്. അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിന്റെ നിയോഗം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി ഒഴിവാക്കുക.
നിങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ നിലകൊന്നുകൊണ്ട് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് വിളിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, ഉത്തമ സമുദായം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിന്റെ ഒരു ആശംസയാണ്. അവരാണ് യഥാർത്ഥത്തിൽ വിജയികളായ. അപ്പൊ ഐക്യം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായി തീരുന്നത് എന്ന് വിശദീകരിക്കുന്ന ഇതുപോലെ ഒരുപാട് ആഴ്ചകളുണ്ട്. ഐക്യം 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 എന്ന് ഒരുപാട് പ്രാവശ്യം എഴുതി വെച്ചാലും പബ്ലിഷ് ചെയ്താലും ബ്രോഡ്കാസ്റ്റ് ചെയ്താലും പുസ്തകം അടിച്ചാലും പ്രസംഗിച്ചാലും ഐക്യം ഉണ്ടാവില്ല എന്നുള്ളതിന് നമ്മൾ തന്നെ സാക്ഷിയാണ്. അല്ല, ഐക്യത്തെക്കുറിച്ച് പറയാത്ത ആരും തന്നെ ഇല്ല. പക്ഷെ ഐക്യമൊട്ടില്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ ഐക്യം ഉണ്ടാവണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നിശ്ചയിക്കണം. അള്ളാഹു ആണ് ഐക്യം ഉണ്ടാക്കുന്നതെന്ന് സംശയലേശമെന്നെ വിശദീകരിക്കുന്ന മറ്റൊരു ആയത്താണ്. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അതായത് അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മളോട് പറയാ, റസൂലിനോട് പറയാ, ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫത ബൈന ഖുലൂബിഹിം, ഈ ഭൂമുഖത്തുള്ളത് മുഴുവൻ നീ ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. സാധാരണ നിലയിൽ നമ്മുടെ ഒരു അഭിപ്രായത്തിന് എതിര് നിൽക്കുന്ന ഒരാളെ കുറച്ച് പൈസ ഇട്ട് കൊടുത്താൽ സ്വാധീനിക്കാൻ കഴിയും. പക്ഷേ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ മന്ത്രിസഭയിൽ നിന്ന് ആരെങ്കിലും പിന്തുണ ചോദിച്ചാൽ വേറെ ഒരു പാർട്ടിക്ക് കുറച്ച് കോടികളും കൊടുത്താൽ അവൻ തൽക്കാലം പിന്തുണ. നമ്മുടെ നാട്ടിൽ നടന്നു വന്നുകൊണ്ടിരുന്നത് അതിന്റെ പേരിൽ കോടതിയിൽ കേസ്, പ്രധാനമന്ത്രിമാരുടെ പേരിൽ വരെ കേസ് ഈ രാജ്യത്തുണ്ടായതാണ്. നമ്മളെ അഭിപ്രായത്തിന് എതിർ നിൽക്കുന്ന ആൾക്ക് കുറച്ച് സ്ഥാനം കൊണ്ട് കൊടുത്താൽ, കുറച്ച് കാശ് കൊണ്ട് കൊടുത്താൽ അവ അടങ്ങിക്കൊള്ളും. അതൊക്കെ പക്ഷെ താൽക്കാലികം മാത്രമാണ്. അത് ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചെലവഴിച്ചാലും പ്രവാചകരെ നിനക്ക് അവരുടെ മനസ്സുകളെ കൂട്ടിയോജിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോ മനസ്സുകളെ കൂട്ടിയോജിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ശ്രമിക്കണം, അല്ലാഹു തആല തന്നെ തീരുമാനിക്കണം. വലാകിൻ അല്ലാഹു അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹകീം, അല്ലാഹുവാണ് അവരുടെ മനസ്സുകളെ കൂട്ടിയോജിപ്പിച്ചത്, അസീസുൻ ഹകീമാണ്. അല്ലാഹ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ യുക്തിയും കാരണവും ന്യായവും നീതിയും ദൈവവും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് സംശയം. അപ്പൊ മനസ്സുകളെ കൂട്ടിയിണക്കുന്ന തരത്തിൽ നമ്മളായിത്തീരണമെങ്കിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ചില നയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഗുജറാത്തിലെ ഈ ആഴ്ചകളിൽ പറയുന്നത്. നമുക്ക് ഐക്യം വേണോ? ഐക്യം വേണമെങ്കിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ചില സംഗതികളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അതുണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ ഐക്യത്തോട് താല്പര്യമുണ്ടെന്നും ഇഖ്ലാസ് ഉണ്ടെന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും ഐക്യപ്പെടുത്തി തരികയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട വളരെ സംഗതി പറയും, തായിഫതാനി മിനൽ മുഅ്മിനീന ഖതലു ഫസ്ലിഹു ബൈനഹുമാ. വൈൻ തായിഫതാനി, തായിഫത്ത് എന്ന് പറഞ്ഞ ഫിർഖത്ത് എന്നല്ല, ഫിർഖത്ത് എന്ന് പറഞ്ഞ വലിയ കൂട്ടം, തായിഫത്താനി ചെറിയ കൂട്ടം. രണ്ട് കൂട്ടർ സത്യവിശ്വാസികളുടെ വിഭാഗങ്ങളിൽ നിന്ന്, ഒരു സത്യവിശ്വാസി സമൂഹം, അതിൽ നിന്ന് രണ്ട് കൂട്ടര് അവർ പരസ്പരം പോരാടിയാൽ, ഇത് വാക്കുകൊണ്ടാവാം, ആശയം കൊണ്ടാവാം, വാളുകൊണ്ടാവാം, എല്ലാം നടന്നിട്ടുണ്ട്. അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം തൊട്ട് ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വാളുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പോയി നടന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സഹാബാക്കരങ്ങൾ തന്നെ ആഭ്യന്തര യുദ്ധത്തിൽ മരിച്ചുപോയി ചെയ്തിട്ടുണ്ട്. പ്രമുഖനായ സഹാബികൾ രണ്ടുപേരും ആഭ്യന്തര കലാപത്തിലാണ് മരിച്ചത്. ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി ബിൻ അബി ത്വാലിബും യഥാർത്ഥത്തിൽ ഷഹീദാക്കപ്പെട്ടത് തന്നെ ആഭ്യന്തര കലാപത്തിലാണ്. അബൂബക്കറും ഉമറും ഒക്കെ ശത്രുക്കളോട് യുദ്ധം ചെയ്തതിനേക്കാൾ കൂടുതൽ ആഭ്യന്തര അക്രമകാരികളോട് അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രങ്ങളുണ്ടായി. അപ്പൊ സത്യവിശ്വാസികളുടെ ഇടയിൽ അഭിപ്രായാന്തരം ഉണ്ടാവുകയും അത് വാൾത്തലയിൽ വരെ തീരുമാനിക്കുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യുമെന്ന് സർവജ്ഞാനിയായ അള്ളാഹുവിനറിയാം. പക്ഷെ ഇവിടെ ഒരു പ്രയോഗം, സത്യവിശ്വാസികളുടെ രണ്ട് വിഭാഗങ്ങൾ ആവുകയാണെങ്കിൽ, പരസ്പരം പൊരുതുന്നവരാവുകയാണെങ്കിൽ, ആ പ്രയോഗത്തിന് ഇവർ പൊരുതേണ്ടവരല്ല, പൊരുതി നശിക്കേണ്ടവരല്ല, യോജിച്ചു പോകേണ്ടവരാണ്. എങ്ങാനും പൊരുതിയാൽ എന്നാണ് ഒരു കണ്ടീഷനാണ്. അതായത് ഷർത്തോടു കൂടിയാണ് അവിടെ പറയുന്നത്. ഇൻ ഇത് എന്നൊക്കെ പറയുമ്പോൾ ഷർത്തോടു കൂടിയാണ്. അറബി ഭാഷ അറിയുന്നവർക്കറിയാം. അങ്ങനെ അവർ പൊരുതിയാൽ, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പൊരുതൽ നടക്കുന്നുണ്ട്, ഇപ്പോൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഫഅസ്ലിഹു ബൈനഹുമാ, അവരുടെ ഇടയിൽ മൂന്നാമത്തെ വിഭാഗത്തിൽ, അതായത് ഗ്രൂപ്പല്ല, രണ്ട് വിഭാഗം ആളുകൾ, ഒരു സമൂഹത്തിലെ രണ്ട് വിഭാഗം ആളുകൾ പൊരുതാൻ ഉറച്ചാൽ സത്യവിശ്വാസ സമൂഹത്തോട് ജനറലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതിൽ കയറി കക്ഷി ചേരരുത് എന്നാണ്. അതിൽ കയറി കക്ഷി ചേരരുത്. രണ്ട് വിഭാഗം ആളുകൾ പൊരുതുകയാണ്.
ആശയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിൽ പൊരുതുകയാണ്. സത്യവിശ്വാസ സമൂഹം ഉടനെ തന്നെ എല്ലാവരും കൂടെ രണ്ടായി കക്ഷി ചേരരുത്. അപ്പൊ ആ പൊരുതുന്ന ആളുകളെ ഒറ്റപ്പെടുത്തി നിർത്തുകയാണ്. സമൂഹത്തോടാണ് പിന്നെ പറയുന്നത്, അതിൽ കക്ഷിയാവാത്ത ആളുകൾ ഫാസിൽ ബൈനും അവർക്കല്ലേ കക്ഷി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇസ്ലാഹ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇസ്ലാഹ് ഉണ്ടാക്കാന്ന് തസ്ലീഹ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നന്മ നല്ലതാക്കി തീർക്കുക, ബന്ധം നന്നാക്കി തീർക്കുക എന്നാണ്. അപ്പൊ ആ ബന്ധം നന്നാക്കി തീർക്കണമെങ്കിൽ അവിടെ വളരെ കൃത്യമായ എന്ന സത്യവിശ്വാസമുള്ള അള്ളാഹുവിന്റെ വേറൊരു നിർദ്ദേശം എന്ന് വെച്ചാൽ, നിങ്ങൾ ആരോട് സഹകരിക്കുമ്പോഴും നന്മയിലും ഭക്തിയിലും സഹകരിക്കുക, തിന്മയിലും ശത്രുതയിലും സഹകരിക്കരുത്. ഇവിടെ പോര് വരുമ്പോൾ ശത്രുതയാണല്ലോ. അപ്പോൾ ഓരോ സത്യവിശ്വാസിക്കും നേരിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. പോര് നടക്കുമ്പോൾ ഓടിച്ചെന്നിട്ട് കാര്യം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരരുത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അള്ളാഹു തആലയുടെ നിർദ്ദേശവും നമ്മുടെ പ്രായോഗിക ജീവിതവും എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇവിടെ ഒരുപാട് കക്ഷിത്വങ്ങളുണ്ട്. ആശയത്തിന്റെ പേരിൽ അല്ലാത്തിന്റെ പേരിലെ കക്ഷിത്വങ്ങളുള്ളപ്പോൾ കാര്യം മനസ്സിലാക്കാതെ ഓടിച്ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചേരരുത്. കാരണം ഗ്രൂപ്പിൽ ചേർന്നാൽ അത് ഈ സംഘടനത്തിന് ശക്തി കൂട്ടുകയുള്ളൂ. ഈ സംഘടന ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. ഫാസ്ലിഹു ബൈനഹുമാ എന്ന് പറഞ്ഞ അവരുടെ ഇടയിൽ സംയമനം പാലിക്കാനും നിർദ്ദേശിക്കാനും ബന്ധം നന്നാക്കി തീർക്കാനും ഉപദേശിക്കണമെങ്കിൽ ഗ്രൂപ്പല്ലായിരിക്കണം. അയാൾ നിഷ്പക്ഷനാണ് എന്ന് മറ്റുള്ളവർ രണ്ടാൾക്കും തോന്നണം. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ആരോട് സഹകരിക്കണം? നന്മയിൽ സഹകരിക്കുക, ഭക്തിയുടെ കാര്യത്തിൽ സഹകരിക്കുക. അതായത് ഇസ്മുലും ഉദ്വാനിലും തിന്മയിലും ശത്രുതയിലും നിങ്ങൾ ആരുമായും സഹകരിക്കരുത് എന്ന് ഓരോ സത്യവിശ്വാസിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു കൽപ്പനയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസ സമൂഹത്തോട് അല്ലാഹു തആല പ്രവാസിഹു ബൈനഹുമാ ഫഇൻ ബഗത ഇഹ്ദാഹുമാ അലൽ ഉഖ്റ. ഇനി പറഞ്ഞൊക്കെ ശരിയാക്കി ഒരു വിഭാഗം ആളുകൾ സത്യത്തിനും ന്യായത്തിനും എതിരായിട്ട് മറ്റവരുടെ പേരിൽ മർദ്ദന പീഡന അക്രമങ്ങൾ നടത്തുന്നതാണെങ്കിൽ ആ പാവപ്പെട്ട സത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുന്ന മർദ്ദിതരായ കൂടെ ജനങ്ങൾ ചേരണമെന്നാണ്. അത് കക്ഷി ചേരലല്ല എന്നുള്ള സുബ്ഹാനഹു വ്യക്തമായി അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതിന് വിരുദ്ധമായി ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ പേരിൽ ചാടി വീഴിയാൽ ആ നിസ്സഹായരെ അങ്ങനെ ഉപേക്ഷിക്കാൻ ഈ സമുദായത്തോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. സമുദായത്തെ അതിന് ഉത്തരവാദിത്തം ലഭിച്ചിട്ടുണ്ട്. അവരങ്ങനെ വിടാൻ പാടില്ല. അക്രമികളെ വെറുതെ വിടുന്നതിന് അക്രമികൾക്ക് പ്രോത്സാഹനമാണ്. നിസ്സഹായരെ സഹായിക്കാത്തത് സത്യവിശ്വാസത്തിന്റെ ലംഘനമാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ആരെങ്കിലും ഒരു കൂട്ടർ അക്രമം പ്രവർത്തിച്ചാൽ അവർക്കെതിരെ മറ്റൊരു കൂട്ടരുടെ കൂടെ നിന്ന് പൊരുതണം എന്ന് അല്ലാഹു തആല പറയാം. അതായത് അക്രമകാരികളായ ആളുകൾക്ക് എതിരായിട്ട് അവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ഇവിടെ ഉദ്ദേശം അവരെ പരാജയപ്പെടുത്തി തോപ്പിക്കോ നശിപ്പിക്കോ, അവരെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യോ മുതൽ നശിപ്പിക്കോ എന്നല്ല. ഇവിടുത്തെ ഉദ്ദേശം അവരല്ല അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളിലേക്ക് അവർ മടങ്ങി വരുന്നത് വരെ. അപ്പൊ ഉപദേശ രൂപേണ കഴിവിന്റെ പരമാവധി മർദ്ദനവും അതുപോലെ ശക്തി ഉപയോഗിക്കാത്ത എല്ലാ സ്വാധീനവും ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ശക്തി ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പണ്ഡിതന്മാരെ കുറിച്ച് പറയും. അപ്പൊ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചിട്ട് അവർ അതിൽ നിന്ന് അല്ലാഹു തആലയുടെ ആ നിർദ്ദേശങ്ങളിലേക്ക്, അതായത് കിതാബുല്ലാഹി വസുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, ഇത് പാലിക്കുന്നത് വരെ അവരോട് ഇത് ചെയ്യണം. അവരങ്ങ് മടങ്ങി വന്നാൽ അവരുടെ ഇടയിൽ നിങ്ങൾ ബന്ധം നന്നാക്കി തീർക്കണം. ബിൽ ആദിൽ, നീതിയോടെ. വഖ്സിതു, നിങ്ങൾ നീതി പാലിക്കണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. അപ്പോ നമ്മുടെ ഇടയിൽ ഐക്യം ഉണ്ടാവണമെങ്കിൽ ആളുകൾ കയറി കക്ഷികളായും വേർതിരിയരുത്. കക്ഷിത്വം പറയുന്ന വിഷയങ്ങൾ പറയുന്ന ഓരോ തരത്തിൽ എന്തെല്ലാം തരത്തിലുള്ള മോശമായ സംഗതികളാണ് മറ്റ് എതിർ വിഭാഗത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിന്റെ ആളുകൾ വരെ പയറ്റുന്നത്. രാഷ്ട്രീയക്കാരും മറ്റുള്ളവരൊക്കെ പോട്ടെ, ഇസ്ലാമിന്റെ ആളുകൾ വരെ പയറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒന്നും കയറി കക്ഷിയാവരുത്. എന്നാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എന്നിട്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. ഇത് എല്ലാവർക്കും ഫർളായ സംഗതിയാണ്. സത്യവിശ്വാസികളായ പണ്ഡിതന്മാർ ഇത് വായിക്കുന്നില്ലെന്നുണ്ടോ കേൾക്കുന്നില്ലെന്നുണ്ടോ അല്ല, ഇതിനെന്തെങ്കിലും വേറെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും പറഞ്ഞെന്ന് എന്നുള്ളതൊക്കെയാണോ ഇവർ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ആലോചിക്കണം. അപ്പോ ഈ സമൂഹത്തിനെ നയിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഖുർആനും അവന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങളും പരസ്യമായി ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവില്ല. അതുകൊണ്ടാണ് അനൈക്യം ശക്തമായി വരുന്നത്, അള്ളാഹ് ഐക്യപ്പെടുത്താത്തത്. റൂട്ട്
യഥാർത്ഥ കാരണം അതാണ്. സമൂഹത്തിൽ അങ്ങനെയല്ല, എല്ലാവരും ഐക്യപ്പെടണം എന്ന് പറഞ്ഞ് മൈക്ക് വെച്ച് വിളിച്ചാൽ ആരും ഐക്യപ്പെടില്ല. ഹൃദയം ആദ്യം നന്നാവണം. മറ്റവനെ സഹോദരനായി പരിഗണിക്കാനുള്ള വിശാലത വേണം. സത്യവിശ്വാസം താൻ കണ്ട ചക്രവാളങ്ങളോളം വലുതായിരിക്കണം. അവൻ എല്ലാ ആളുകൾക്കും നന്മ ആഗ്രഹിക്കണം. പുറത്തു കൊടുക്കാനും ക്ഷമിക്കൊടുക്കാനും അവനൊരു കഴിവേണം. സ്വന്തത്തെ അപഹസിക്കുമ്പോഴും സഹിക്കാൻ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് സഹിക്കാനുള്ള ആർജവം ഉണ്ടാക്കണം എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അടിവരയിട്ട് പറയും, മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്, ഏകോദര സഹോദരങ്ങളെന്ന് നമ്മൾ പറയണം. ഒരേ ഉദരത്തിൽ. ഇസ്ലാമിനെ സംബന്ധിച്ച് രക്തബന്ധത്തെക്കാൾ പ്രാധാന്യം ആദർശ ബന്ധത്തിനുണ്ട് എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദർശ ബന്ധത്തിന്റെ ആൾക്കാരോട് എല്ലാ നിലയ്ക്കും കരുണയോടെ വർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. രക്തബന്ധത്തിന്റെ ആൾക്കാരോട് നീതി പാലിക്കണം. അവർ അല്ലാഹുവിനെതിരായി ഉമ്മയോ വാപ്പയോ പ്രവർത്തിച്ചാലും നീ അവരെ നീ അവരെ അനുസരിക്കരുത്. പക്ഷേ അവരുടെ ഭൗതിക കാര്യത്തിൽ, ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, നീതി പാലിക്കുന്ന കാര്യത്തിൽ മാന്യമായി പെരുമാറണം. വളരെ കൃത്യമായ പറഞ്ഞു. നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, അല്ലെ ജ്യേഷ്ഠൻ, സഹോദരൻ, ഭാര്യ മറുഭാഗത്താണെങ്കിൽ, കുഫറിന്റെ ഭാഗത്താണെങ്കിൽ വല്ലാത്തഹുമ, അവരെ നീ അനുസരിക്കേണ്ടതില്ല. പക്ഷെ ആദർശ സഹോദരൻ, സത്യവിശ്വാസിയായ സഹോദരൻ, അവനെ പൂർണ്ണമായും സഹായിക്കേണ്ട ഉത്തരവാദിത്വം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരാളുടെ ഉത്തരവാദിത്വത്തിലാണ് മറ്റൊരാൾ. ഒന്ന് ആലോചിക്കുക, എന്റെ ഉത്തരവാദിത്തത്തിൽ വേറൊരാൾ ജീവിക്കുക, അയാളുടെ ഉത്തരവാദിത്തത്തിൽ ഞാൻ ജീവിക്കുക. പരസ്പരം താങ്ങുക, പരസ്പരം ആശ്വസിക്കുക, പരസ്പരം തണലാവുക. ഇതാണ് യഥാർത്ഥത്തിൽ സംശുദ്ധമായ ശാന്തമായ ഒരു സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഫത്തഖുല്ലാഹ്, എടുത്തു പറയാം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞു തരുമ്പോ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ലഅല്ലക്കും തുർഹമൂൻ, എന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം. ഇനി പറയാം, ഈ ഒരു ചുറ്റുപാട് ഉണ്ടാവണമെങ്കിൽ, ഐക്യം ഉണ്ടാവണമെങ്കിൽ, ഐക്യപ്പെടണമെങ്കിൽ, നിങ്ങൾ പരസ്പരം പ്രശ്നം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞ നമ്മളെ കാര്യം പോക്കാ. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. പരിഹാസം സാഹിത്യത്തിൽ മാത്രമല്ല, പ്രസംഗത്തിൽ മാത്രമല്ല, ആംഗ്യ ഭാഷയിലോ വ്യംഗ്യഭാഷയിലോ കൊഞ്ഞനം കുത്തൽ ഏത് തരത്തിലുള്ള എന്നാക്കിയാലും പരിഹാസാവുന്നതാണ്. ഒരാളിങ്ങനെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞാലും പരിഹാസാവുന്നതാണ് പണ്ഡിതന്മാരെ ഏകോപിച്ച് പറഞ്ഞത്. ഇന്ന് നമ്മുടെ മതപ്രബോധന രംഗം എടുത്ത് പരിശോധിച്ച് നോക്കുക. സുബ്ഹാനക, ഏത് തമ്പുരാന് വേണ്ടിയാണ് ഇവർ ഈ പ്രബോധനം നടത്തുന്നത് എന്ന് അവർ തന്നെ നെഞ്ചു കയറ്റി ചോദിക്കേണ്ടത്. എതിരാളികളുടെ പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് പോ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന, റമദാനിൽ 27 രാവിലെ പ്രസംഗിക്കുന്നത് വരെ കേൾക്കാനിടയായിട്ടുണ്ട്. വിചാരണ, പരലോകത്തെ വിചാരണ നടത്തുകയാണ്. ഇവിടെ വാ, ചോദ്യങ്ങൾ ചോദിക്കുന്നു, പോ നരകത്തിലേക്ക്. കാരണം അല്ലാഹു ആണ്. അതായത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ, ഗൗരവമുള്ള സംഗതിയാണ്. ഇതൊന്നും നമ്മളെ മനസ്സിൽ കയറിയിട്ട് നമ്മളെ വേദനിപ്പിച്ചില്ലെങ്കിൽ ഒരു വിശ്വാസം നമുക്കില്ല. കപടന്മാരാണ് നമ്മൾ, ഞാനും നിങ്ങളും, ഒരു സംശയമില്ല. ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹു, അല്ലാഹു പറയാ, പരിഹസിക്കപ്പെടുന്നവരെക്കാൾ നല്ലതായിരിക്കില്ല. പരിഹസിക്കാൻ ആളുണ്ടല്ലോ, അവർ പരിഹസിക്കപ്പെടുന്ന ആളുകൾ അവരായിരിക്കും ഉത്തമം. പരിഹസിക്കുന്ന ആളുകളെക്കാൾ പരിഹസിക്കപ്പെടുന്നവർ ഉത്തമന്മാരായേക്കാം. ഇനി അവിടെ കൊണ്ട് നിർത്തിയില്ല. ജനത എന്ന് പറഞ്ഞപ്പോൾ ആണും പെണ്ണും പെടും. പെണ്ണുങ്ങളെ കടുപ്പിച്ച് കൂടുതലെടുത്ത് പറയാണ്. സാധാരണ വർത്താനത്തിലും അതുപോലെ തന്നെ ഭൗതികമായ പല കാര്യത്തിലുമൊക്കെ കൂടുതൽ വർത്താനം പറയുന്നത് പെണ്ണുങ്ങളാണ് എന്നൊരു സ്വഭാവം ഉണ്ട് എന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു വിഭാഗം പെണ്ണുങ്ങൾ മറ്റൊരു വിഭാഗം പെണ്ണുങ്ങളെയും പരിഹസിക്കരുത്. വളരെ ഗൗരവമാണ് സംഗതി. അതായത് അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, ഈ പരിഹസിക്കുന്ന ആളുകൾ പരിഹസിക്കപ്പെടുന്നവരാളുകളെ അപേക്ഷിച്ച് നല്ലവരായിരുന്നല്ല, പരിഹസിക്കപ്പെടുന്ന ആളുകളായിരിക്കും ചിലപ്പോ ഉത്തമകൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഐക്യം ഉണ്ടാവില്ല. തുർഹമൂൻ വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ എന്നാ എടുത്തു പറഞ്ഞേ. ഇത് ചെയ്താൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാവും. അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നവരാവും. അള്ളാഹുവിന്റെ റഹ്മത്ത് നീങ്ങിപ്പോകുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്ത് പടച്ചവനെ അനുഗ്രഹിക്കണേ, പടച്ചവനെ അനുഗ്രഹിക്കണേ, പടച്ചവനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടാകും. പ്രവൃത്തി എങ്ങനെ വരണമെങ്കിൽ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം. അവിടെയാണ് പ്രശ്നം. എന്നിട്ട് ഇനിയും വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ കുത്തിപ്പറയരുത്, പരസ്പരം ദുഷിച്ച് പറയരുത്. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തിപ്പറയരുത് എന്ന് പറഞ്ഞു.
ഒരാൾ മറ്റൊരുത്തനെ കുത്തി പറയണമെങ്കിൽ അവന്റെ മനസ്സിൽ പക പകഞ്ഞു പൊങ്ങി വേണം. അപ്പൊ അവൻ സ്വയം നശിക്കണം ആദ്യം, എന്നിട്ടേ മറ്റൊരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി പറയാൻ പറ്റുള്ളൂ. സ്വയം നാശമുള്ള സത്യവിശ്വാസിയെ മറ്റൊരുത്തന്റെ നാശത്തിന് വേണ്ടി സംസാരിക്കുള്ളൂ എന്നാണ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്വയം നശിക്കരുത്, കുത്തിപ്പറയരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, ദുഷ്പേര് പറഞ്ഞു വിളിക്കുകയും ചെയ്യരുത്. സുബ്ഹാനക യാ കരീം, ദുഷ്പേര് പറഞ്ഞു വിളിക്കരുത്. ഇവിടെ ചീത്തയായ പേരുകൾ പിടിഞ്ഞു പറിക്കുന്നതിനെ കുറിച്ചാണ്. ആളുകളെ മോശമായ പേരുകൾ പറഞ്ഞു വിളിക്കരുത്, അവർക്ക് ഇഷ്ടപ്പെടാത്ത മോശമായ പേരുകൾ പറഞ്ഞു വിളിക്കരുത്. ചില സംഗതികൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പൂനൻ വാസിൽ എന്ന് പറഞ്ഞത് ഹദീസ് റിപ്പോർട്ടുകളിൽ തന്നെ ഇപ്പൊ അബൂ ഹുറൈറ, അബു തുറാബ്, അതുപോലെ തന്നെ അഹ്ദബ് എന്നൊക്കെ പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ട്. ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ നിരുപദ്രവകരമായ ചില പ്രയോഗങ്ങളുണ്ട്, അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറയും. അല്ലാത്ത ചിലാണ് ആ നീളം താടിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല, അതായത് കുറിയ അബ്ദുള്ള എന്ന് പറയുന്നത് പ്രശ്നമില്ല എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് അവഹേളിക്കലല്ല. അവഹേളിക്കുന്ന തരത്തിൽ ഒരുപാട് ദുഷ്പേരുകളുണ്ട്. ആ പേരുകൾ പറഞ്ഞ് നിങ്ങൾ പരസ്പരം വിളിക്കരുത്. സത്യവിശ്വാസത്തിന് ശേഷം ഈ ചീത്തപ്പേര് എത്ര മോശമാണ് മനുഷ്യന്മാരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ സമൂഹത്തിലെ അന്തഃഛിദ്രത വളരുകയും ഐക്യം നാം തകർച്ചു കളയുകയും ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ വളരെ വലിയ ഉന്നത പണ്ഡിതന്മാരുകൾ താഴെക്കടയിലുള്ളവരെ എഴുത്തിലും പ്രസംഗത്തിലുമൊക്കെ ദുഷ്പേരുകളെ എഴുതി അച്ചടിച്ചു വിടുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഒന്ന്, സമുദായം ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒമല്ലാം ഞച്ചബ്, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് അല്ലാഹ് അറിയാവുന്നുള്ളൂ. അല്ലാഹ് പറയാ, ഇതെല്ലാം ചെയ്തു പോയിട്ട് തൗബ ചെയ്തില്ലെങ്കിൽ ഊലായിക ഹുമുൽ ളാലിമൂൻ, അവനാണ് യഥാർത്ഥത്തിൽ അക്രമിയൻ. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ. അതായത് നിങ്ങൾ ഊഹങ്ങളിൽ അധികവും ഉപേക്ഷിക്കുക. ഊഹങ്ങളിൽ ചിലത് പാപമാണ്. ഊഹിച്ച് തെളിവില്ലാതെ ഓരോ സംഗതി പറയുകയും ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഊഹിച്ച് ചെയ്തതിൻ്റെയും പറഞ്ഞതിൻ്റെയൊക്കെ ചില സംഗതികൾ റസൂലിനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചതിൻ്റെ ചില സംഗതികളൊക്കെ കഴിഞ്ഞ ആഴ്ച വിശദീകരിക്കേണ്ട. ബനൂ മുസ്തലിഖിൽ സക്കാത്ത് വാങ്ങാൻ പോയിച്ച് തിരിച്ചു വന്ന അബൂ മുഅയ്യിദിന്റെ രംഗങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഊഹത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ഊഹം പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. ഉള്ളത് പറയുന്നത് പരദൂഷണവും, ഇല്ലാത്ത പറയുന്നത് കതുമ്പുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ഉള്ളത് എന്ന് പറയുമ്പോൾ പരദൂഷണമായി പോകും. സൂക്ഷിക്കണം. നന്മ പറയുന്നതിന് പ്രശ്നമില്ല. ഒരാളിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരാൾ നല്ല ധർമ്മിഷ്ഠനാണ് എന്ന് പറയുന്നത് പരദൂഷണമല്ല, അയാളെ പരപുകഴ്ത്തലാണ്. അത് ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. പുകഴ്ത്തുന്നത്, അഭിനന്ദിക്കുന്നത്. പക്ഷേ ദുഷിക്കുന്ന സംഗതികൾ അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് പരസ്പരം അകലും, നിങ്ങളിവിടെ രക്തം ചിന്തും, ഐക്യമില്ലാതാവും. അങ്ങനെ നിങ്ങൾ ഒരു സംശുദ്ധ സമൂഹത്തിന് അവകാശമില്ലാത്ത, അർഹതയില്ലാത്ത ആളുകളായി പോവും. അങ്ങനെ നിങ്ങൾ ആയിപ്പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് യഥാർത്ഥത്തിൽ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജയിക്കാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah, Alhamdulillah, hamdan kathiran tayyiban mubarakan yanbaghi li jalali wajhihi wa 'azimi sultanihi. Subhanaka la nahsidu kama athnayta nafsahu lakal hamdu hatta tarda. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim fil 'alamin innaka Hamidum Majid. Ayyuhal akhwatul ahbab, usikum വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. എന്നോട് നിങ്ങളോട് പറയുകയാണ്, വളരെ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ആരെയും തൊടാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് കുറച്ച് ആയത്തുകളൊക്കെ പറഞ്ഞ് നല്ല ഗംഭീരമായ ഒരു ഖുത്ബ നടത്തിയാൽ തരക്കേടില്ല. അയാളെ നല്ല പ്രസന്റേഷൻ ഗംഭീരമായി എന്ന് പറഞ്ഞാൽ പോകും. പക്ഷെ അത് ദുനിയാവിലും ആഖിറത്തിൽ പ്രയോജനമില്ല. ഇവിടെ നമ്മൾ സ്വയം തന്നെ, ഇവിടെ ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയട്ടെ, എല്ലാവരും ഈ കുളിമുറിയിൽ എല്ലാവരും ഒരുപോലെ നഗ്നരാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, ഈ സമുദായത്തിന്റെ അംഗമാണ്. ഈ സമൂഹത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ രൂപം പ്രത്യക്ഷപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട ഒരു സമൂഹമാണ്. നമ്മളല്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്.
അവർക്ക് ഇസ്ലാമിന്റെ മാതൃക കാണിച്ചു കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് സത്യവിശ്വാസികളെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ആളുകൾ. അവർ തന്നെ അവരുടെ അഭ്യന്തരമായ സംഗതികളിൽ ഒത്തൊരുമയോടെ യോജിപ്പോടെ പോകാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയാണ് ഇതിൽ നന്മണ്ട് എന്ന് മനസ്സിലാക്കുക? അപ്പൊ നമ്മൾ ആത്മവിമർശനം നടത്തി, പുനഃപരിശോധന നടത്തി, ആത്മപരിശോധന നിരന്തരമായി നടത്തി നന്നാക്കാൻ പറ്റുള്ളൂ. കാലഘട്ടത്തിന്റെ അനിവാര്യത അതാണ്, അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഈ സമൂഹം ഇവിടെ നിഷ്കാസനം ചെയ്യപ്പെടും, തുടച്ചു മാറ്റപ്പെടും. സംശയമില്ല. അല്ലാത്തതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. നിങ്ങളല്ലാത്തൊരു മനുഷ്യ സമൂഹത്തെ വേറെ ഇവിടെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ ദീൻ പറയാൻ പറ്റിയ ആളുകളെ വേറെ കൊണ്ടുവരുന്ന അലീമ, നിങ്ങളെ വേദനാജനകമായ ശിക്ഷ അനുഭവിപ്പിക്കുകയും ചെയ്യും എന്ന് പല കോലത്തിൽ അള്ളാഹു തആല ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പൊ നിലവിൽ സമകാലിക സമൂഹത്തിൽ സത്യവിശ്വാസികളാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന നമ്മൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ സത്യവിശ്വാസത്തിന്റെ ഗ്രേഡ് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ്, ആ നിലവാരം നമ്മൾ പുലർത്തുന്നുണ്ടോ, എവിടെയാണ് പാളിച്ച, എവിടെയാണ് തകരാറ്, അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അപാകതകൾ പരിഹരിക്കും. തൗബയും ഇസ്തിഗ്ഫാറും ദിക്റും തസ്ബീഹും നിസ്കാരവും പ്രാർത്ഥനയും മാത്രമേ ഇതിന് പോകുംവഴിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുള്ളൂ. ഈ ഗീബത്ത് പറയുന്ന, പരദൂഷണം പറയുന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ സംഗതികൾ വീണ്ടും പറയുന്നുണ്ട്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങളെ ഈ ചുഴിഞ്ഞന്വേഷിക്കരുത്, ചാരപ്പണി, പരസ്പരം ചാരപ്പണി നടത്തരുത്. അതുപോലെ പരസ്പരം നിങ്ങൾ മറ്റുള്ളവരെ ദുഷിച്ചു പറയരുത്. ഫാത്തിമയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണും മായിസ് എന്ന് പറയുന്ന ഒരു സഹാബിയും തമ്മിലുള്ള ഒരു ശാരീരിക ബന്ധത്തിന്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യഭിചാര കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാളും. അത് കണ്ടുപിടിച്ചിട്ടൊന്നുമല്ല, അവർ ചെന്നിട്ട് പറയാം, വളരെ ദുഃഖത്തോടുകൂടി കുറ്റബോധത്തോടുകൂടി റസൂലിനോട് ചെന്ന് പറയാം, ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ല, ഓരോരുത്തരും പറഞ്ഞു ഞാൻ ചെയ്തു പോയി. അവസാന റസൂൽ പല പ്രാവശ്യം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും അല്ല റസൂലെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമം ഞങ്ങളുടെ മേൽ നടപ്പാക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അവസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കാൻ തീരുമാനിച്ചു, അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ റസൂലും സഹാബാക്കളും ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ 2 സഹാബികൾ പറയുന്നു, ആ മായസിന്റെ കുറ്റം അല്ല മറച്ചു വെച്ചു. പക്ഷെ അയാൾക്കത് മതിയായില്ല. അയാളെ റസൂലിന്റെ അടുത്ത് വന്ന് വെളിവാക്കി പറഞ്ഞ് അവസാനം ഏറെ കൊണ്ട് പട്ടി ചാവും പോലെ തത്തു എന്ന് പറഞ്ഞു. ഒരു സഹാബി പറഞ്ഞപ്പോൾ മറ്റേ സഹാബി കേട്ടിട്ട് അത് തന്നെ എന്ന്. കൂട്ടത്തിൽ റസൂലുണ്ട്. അവരിങ്ങനെ യാത്ര പോവാ. അപ്പൊ കുറച്ച് മുന്നോട്ട് പോയി, റസൂലൊന്നും വേണ്ടിയില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോ ഒരു ചത്ത കഴുതയുടെ ചത്ത ശവം, ചത്ത കഴിഞ്ഞ കഴുത, അതിന്റെ ശവം അവിടെ കിടന്നു. അവിടെ റസൂൽ നിന്നിട്ട് പറഞ്ഞു, നേരത്തെ ആ മായതിനെ കുറിച്ച് പറഞ്ഞ 2 ആളെ വിളിക്കാൻ പറഞ്ഞു. അതിനെ വിളിച്ചിട്ടാണ് റസൂൽ പറഞ്ഞു തിന്നോളിന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, എന്താ റസൂൽ പറയണത്? ചത്ത കഴുതയുടെ ചീഞ്ഞ ശവം തിന്നേ, നിങ്ങൾ നേരത്തെ ഇതിനേക്കാൾ മോശമായിരുന്നു. അള്ളാഹുവാണ് സത്യം. മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. മായസ് സ്വർഗത്തിലെ സൽസബീലിൽ ഇപ്പോ മുങ്ങിക്കുളിക്കുകയാണ്, സ്വർഗത്തിലെ അരുവികളിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. മായസിന്റെ തൗബ വീതിച്ചു കൊടുത്താൽ ഹിജാസിലെ മുഴുവൻ ആളുകൾക്കും കൊടുത്ത് ബാക്കിയുണ്ടാകുമായിരുന്നു. അത്രയധികം പശ്ചാത്താപ വിവശനായാണ് മായിസ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നത്. നിങ്ങൾക്കറിയോ, മനുഷ്യ സഹജമായ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഈ ലോകം മുഴുവൻ അപമാനിക്കപ്പെടുന്ന നിലയിൽ കുറ്റമേറ്റുവാങ്ങാൻ ധൈര്യം കാണിച്ച മായിസിന് അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? അതിനോടനുബന്ധിച്ച് അല്ലാഹു തആല പറയാ, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമു, നിങ്ങളാരെങ്കിലും സ്വന്തം സഹോദരന്റെ ചത്ത ശരീരം തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്റെ അനുജൻ മരിച്ചു കിടക്കുന്നു, അവന്റെ തടി തിന്നുമെന്നാണ് ചോദിക്കുന്നത്. അള്ളവനെ പറയാ, നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുള്ള, അത് സ്വന്തം സഹോദരന്റെ മരിച്ചതിന് ശേഷമുള്ള ശരീരം തിന്നുന്നത് പോലെയാണ് ജീവിച്ചിരിക്കുന്നവന്റെ ഗീബത്ത് പറയുന്നതെന്നുള്ള ഗൗരവമായ സംഗതി.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഇവിടെയും ആ വാക്ക് ഭയങ്കര ഗൗരവത്തിലാണ്. മനുഷ്യനാണ്, പറ്റിപ്പോവും. തവ്വാബുർ റഹീം, അല്ലാഹു തആല അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയവര് അതിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞാൽ ആ ആളുകളോട് തീർത്തും ചോദിക്കുക, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാം. ആരെക്കുറിച്ചാണോ പറഞ്ഞു പോയത് അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അത്രയും ഊക്കോടെ ആഴത്തിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക. അതാണ് അതിന്റെ കോമ്പൻസേഷൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ രാത്രിയിൽ ഒരു വീട്ടിൽ നിന്നൊരു പാട്ട്. ഉമർ ഖലീഫാണ്. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി മതിലിൽ കൂടെ ചാടി കതകിൽ കൂടെ നോക്കി. അപ്പോൾ നല്ല കള്ളു കുടിച്ചിട്ടാ പാട്ട്. ഉമർ പറഞ്ഞു, തുറക്കട വാതിൽ. ദേഷ്യം പിടിച്ചിട്ട് വാതിലും തുറന്നു. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇത് അമീറുൽ മോമിനാണ്. അമീറുൽ മോമിനീൻ ഉമറാണ് നിൽക്കണമെന്ന് മനസ്സിലായി. പക്ഷെ മൂപ്പര് ഒരു ലേശം ഞട്ടൽ നിന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല ഉമറെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കള്ളു കുടിച്ചു, തെറ്റാ, ഒരു തെറ്റ് ഞാൻ ചെയ്ത്. പക്ഷെ 3 തെറ്റ് ചെയ്തിട്ടാ ചോദിക്കാൻ വന്നത്. അനുവാദമില്ലാതെ ഇവിടമിൽ കടന്നൊന്ന് മതിലിന്റെ മീതെ ചാടി നിങ്ങൾ വന്ന് കതകിന്റെ പഴുതിൽ കൂടി നോക്കി 3, ഇത് ന്യായമാണോ തങ്ങളെ പറഞ്ഞെന്ന്. അന്തപ്പെട്ട് എന്താണ് ഈ എന്ന് അള്ളാഹ് പഠിപ്പിച്ചു. ഉമറിന് ബാധകമാണത്. ഉമറിന് ബാധകമാണ്. ഇത് അവൻ രഹസ്യമായി അവന്റെ ഉള്ളിൽ ചെയ്യണം. അപ്പൊ ആളുകളുടെ രഹസ്യങ്ങൾ ചൂഞ്ഞന്വേഷിച്ച് അവരെ തെറ്റിന് പിടിച്ച് ശിക്ഷിക്കാൻ ഒരു ഭരണാധികാരികൾക്കും ഒരാളിനും അവകാശം നൽകിയിട്ടില്ല. അത് അവനും അവളെ കൂടെ ആയിക്കോളും. തെറ്റ് പരസ്യമായി വരുമ്പോൾ മാത്രമാണ്. തെറ്റിനെ ചുഴിഞ്ഞന്വേഷിക്കേണ്ട, സാഹചര്യ തെളിവുകൾ വെച്ച് തെറ്റന്വേഷിച്ച് മനുഷ്യന്മാരെ കുറ്റവാളിയാക്കണ്ട. അതായത് വ്യക്തി സ്വാതന്ത്ര്യം, പൗരാവകാശം, ഇതിനൊക്കെ ഇസ്ലാം നൽകിയിരിക്കുന്ന സ്ഥാനം വലിയ. വലാ തജസ്സസു, നിങ്ങൾ ഈ ചാരപ്പണി നടത്തരുത്. അത് ഉമറായാലും കൊള്ളാം, അതല്ല ആരായാലും കൊള്ളാം. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് മാപ്പ് പറഞ്ഞിട്ട് തിരിച്ചു വന്നത്. മറ്റുള്ളവന്റെ വീട്ടിൽ അനുവാദമില്ലാതെ കടക്കാൻ പാടില്ല, ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പാടില്ല. 3 തെറ്റ് ചെയ്തിട്ട് ഒരു തെറ്റുകാരനെ ശിക്ഷിക്കാൻ വന്നത് അമീറുൽ മുഅ്മിനീൻ ഗംഭീരാണല്ലോ എന്നാണ് അയാൾ ചോദിച്ചത്. സഹിഹായ ഹദീസാണ്. അപ്പോ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ് നീ പറഞ്ഞത്, അള്ളാഹുവിന്റെ നിയമം അങ്ങനെയാണ്. അതാണ് ഉന്നതനായ ഖലീഫയുടെ ആ പൗരാവകാശവും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിച്ചു കൊടുക്കുന്ന മാതൃക, ഉത്തമമായ മാതൃക. ഇങ്ങനെയുള്ള ഒരു സമൂഹം എങ്ങനെയാണോ ആലോചിച്ച് നോക്കൂ. ഒരു ഭരണാധികാരിയെ തെറ്റ് ചെയ്താണെങ്കിലും പോലും അള്ളാഹുവിന്റെ നിയമത്തിന് മേൽ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. ആർക്കും ആരെ മേലും ചാടിക്കയറാനുള്ള അല്ല സ്വാതന്ത്ര്യം എന്നുള്ളത്. ആർക്കും ആരെയും അധിക്ഷേപിച്ചുകൊണ്ട് ഇഷ്ടം പോലെ നടക്കാനുള്ളതല്ല. പണത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ പ്രതാപത്തിന്റെ പേരിലോ ഒരുത്തന്റെ തലയിൽ കയറിയാൽ അതിന്റെ പേരിൽ ഉത്തരം പറയേണ്ടി വരും. ഇങ്ങനെ ബോധമുള്ള ഒരു സമൂഹം പരസ്പരം താങ്ങും തണലായുമാണ് ജീവിക്കുക. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇത്ര വിശദമായി പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇതൊന്ന് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സമയയുടെ ഭയങ്കരമായ തിരക്കാണ്. ദുനിയാവുണ്ടാക്കണം തിരക്കിൽ. അതവിടെ നിൽക്കട്ടെ. കുറച്ച് സമയം ഇതിനുകൂടി ചെലവഴിക്കുക. ഇവിടെ ഖുത്ബ കേട്ടതുകൊണ്ട് മാത്രം മതിയാക്കാതെ ഇതൊക്കെ ഒന്ന് പഠിക്കുക. ആകെ 18 അധ്യായങ്ങളുള്ള സൂറത്തുൽ ഹുജറാത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കിയായിരിക്കും ജീവിച്ചിരിക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ആ സൂറത്തുൽ ഹുജറാത്തിലെ 18 ആയത്തുകളൊന്ന് പഠിച്ചു വരിക. അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർഹന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും മിത്രങ്ങൾക്കും സഹോദരങ്ങൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും അകലങ്ങളിലുള്ള ഞങ്ങളുടെ ഏറ്റവും വേണ്ട എല്ലാത്തവരും ആളുകളുടെ പ്രയാസങ്ങൾ ഉത്തമമാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചേരണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെ എത്രയും പെട്ടെന്ന് തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ കുറവുകളും നീ പരിഹരിച്ചേരണേ തമ്പുരാനെ. ഘട്ടങ്ങളും വീട്ടിത്തരണേ തമ്പുരാനെ. മാനസികമായ പ്രയാസങ്ങൾ മാറ്റിത്തരണേ തമ്പുരാനെ. ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും
ബുദ്ധിമുട്ടുകൾ നീ മാറ്റിത്തരണേ നമ്പുരാനെ. ഞങ്ങളെ എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ നമ്പുരാനെ. ഞങ്ങളെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലീകരിച്ചു തരണേ നമ്പുരാനെ. അങ്ങനെ ഖുർആൻ ജീവിതത്തിൽ തകർച്ച് ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ നമ്പുരാനെ. നീ തൃപ്തിപ്പെടുന്ന വിധാനത്തിൽ മാതൃകയായി നീ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ നമ്പുരാനെ. മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ നമ്പുരാനെ. അല്ലാഹുവിന്റെ സത്രാസനങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ. വിശാലമാക്കണേ നമ്പുരാനെ. പ്രകാശപരിതമാക്കി അനുഗ്രഹിക്കണേ നാഥ. സ്വർഗത്തിൽ ഞങ്ങളെ നൽകി അനുഗ്രഹിക്കണേ നമ്പുരാനെ. ഫിർദൗസിൽ ഞങ്ങളെ അനുഗ്രഹിക്കണേ നമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന തട്ടിക്കളയരുത് നാഥ. ഇത് സ്വീകരിച്ചു തരണേ നമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.